എല്ലാവരും ഗുഡ് മോർണിംഗ്. സർക്കിൾ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി അല്ലേ? അപ്പൊ എ ബി സി ഡി എന്ന ക്വാഡ്രിലാറ്ററലാണ്. ഈ ക്വാഡ്രിലാറ്ററിന്റെ എ എന്ന വെർട്ടെക്സും ബിയും സിയും ഡിയും ഓൺ ദി സർക്കിൾ ആണ്. അപ്പോൾ ഇവിടെ എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആവും. അപ്പൊ എ ബി സി ഡി ഇവിടെ എന്താവും? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഞാൻ ഇവിടെ ചെയ്തത് എ ബി എന്ന ഒരു സൈഡ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. ആ എക്സ്റ്റെൻഡിങ് ചെയ്ത് കിട്ടിയ ആ ലൈനിലുള്ള പോയിന്റ് ആണ് ഇത് ഇ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തറിയാം? എ ബി സി ഡി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്കറിയാം. അതിന്റെ ഒരു സൈഡായ എ ബി എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ പോയിന്റ് ആണ്, എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ ലൈനിലൊരു പോയിന്റ് ആണ് ഇ. നോക്ക്, ഇവിടെ നമുക്കറിയാം ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 180 ആയിരിക്കും. ദാറ്റ് മീൻസ് ആംഗിൾ എ ബി സിയും ആംഗിൾ ഡിയും, ഈ രണ്ട് ആംഗിൾ അല്ലേ, ഇത് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണല്ലോ. ഈ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 180 ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൂവ് ചെയ്യാൻ പഠിച്ചു. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയാണ്? 180. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ എഴുതാം: ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 180. എന്താണ് കാര്യം? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്ര? 180. ഇനി നമുക്ക് ഈ ആംഗിൾ ഡി അങ്ങ് മാറ്റി നിർത്താം. പകരം ആംഗിൾ എ ബി സിയും നോക്കാം, ആംഗിൾ സി ബി ഇയും നോക്കാം. ഈ രണ്ട് ആംഗിൾ നോക്കാം. എന്ത് നോക്കാം? ആംഗിൾ എ ബി സി നോക്കാം, ആംഗിൾ സി ബി ഇ നോക്കാം. നോക്കട്ടെ, ഇവ രണ്ടും എന്ത് ആംഗിൾസ് ആണ്? ലീനിയർ പെയർസ് ആണ്. അപ്പൊ എ ബി സിയും സി ബി ഇയും ലീനിയർ പെയർസ് ആകുമ്പോഴത്തേക്ക് ഈ രണ്ട് ആംഗിൾസിന്റെ സം എത്രയായിരിക്കും? 180 ആയിരിക്കൂലേ? അപ്പോഴിവിടെ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ ഇസ് ഈക്വൽ ടു എത്ര? 180. അപ്പൊ ഇവിടെ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി 180 എന്താ കിട്ടിയത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾസിന്റെ സം എത്ര? 180. അതാണ് ആ കാര്യം. ഇനി നമ്മൾ രണ്ടാമത് എഴുതിയിരിക്കുന്നത് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ അല്ലെ? ഈ രണ്ട് ആംഗിൾസ് ഇവയുടെ സമം എത്ര തന്നെയാണ്? 180 തന്നെയാണ് അല്ലെ? എന്താ കാര്യം? അത് ലീനിയർ പെയർ ആണ്. അപ്പോൾ എ ബി സി പ്ലസ് ആംഗിൾ ഡിയും 180 ആണ്, ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇയും 180 ആണ്. ദാറ്റ് മീൻസ് ഈ രണ്ട് ആംഗിളിന്റെ സം 180, അടുത്ത രണ്ട് ആംഗിളിന്റെ സമ്മും 180. ദാറ്റ് മീൻസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. എന്തുകൊണ്ട്? ഈ രണ്ട് ആംഗിളിലെ സം 180, അടുത്ത രണ്ട് ആംഗിളിലെ സം 180. ദാറ്റ് മീൻസ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി അല്ലെ? ഈ ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡിക്ക് ഈക്വൽ ആണ് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. നമുക്ക് വേണമെങ്കിൽ ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും സങ്കല്പിച്ചാൽ ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 ഉം ഈക്വൽ ആണ്. ഇക്വേഷൻ 1 ഇസ് ഈക്വൽ ടു ഇക്വേഷൻ 2 അല്ലെ? കാര്യം 1ന്റെ സം 180, രണ്ടാമത്തെ സമ്മം 180 ആണ്. അതുകൊണ്ട് ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ബി സി പ്ലസ് ആംഗിൾ സി ബി ഇ. ഇവിടെ നമുക്കറിയാം ഒരു ഇക്വേഷന്റെ ലെഫ്റ്റിലും റൈറ്റിലുമുള്ള തുല്യമായ ടേംസ് കട്ട് ചെയ്യാം. ഏതൊക്കെ കട്ടായി പോയി? ആംഗിൾ എ ബി സിയും ആംഗിൾ എ ബി സിയും കട്ടായി പോയി. ബാക്കി ഇവിടെ എന്താ അവശേഷിക്കുന്നു? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. നോക്കട്ടെ, ഇനി നമുക്ക് ആംഗിൾ ഡിയും നോക്കാം, ആംഗിൾ സി ബി ഇയും നോക്കാം. ഏതൊക്കെയാണ് ആംഗിൾ ഡിയും ആംഗിൾ സി ബി ഇയും? ഇതാണ് ആംഗിൾ ഡി. ഓക്കെ, ഇതാണ് ആംഗിൾ സി ബി ഇ. ഇവ രണ്ടും നമുക്ക് എന്താണെന്ന് കിട്ടി? ഈക്വൽ ആണ് എന്ന് കിട്ടി. ഇതിന് ഇമ്പോർട്ടന്റ് നോട്ടാണ്. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ. ആംഗിൾ ഡി എത്ര ഡിഗ്രി ആയാലും, 10,000, 20,000, 30,000 എത്ര ഡിഗ്രി ആയാലും ആംഗിൾ സി ബി ഇ എന്ന് പറയുന്നതും അതേ അളവ് തന്നെ ആയിരിക്കും. ഇപ്പൊ ഇവിടെ ആംഗിൾ ഡി 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ സി ബി ഇയും എത്ര ഡിഗ്രി തന്നെ ആയിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് അല്ലെ? എന്ന് പറഞ്ഞാൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലെ ആംഗിളും ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് അറക്കേണ്ട ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ടോ, അതിന്റെ പുറത്തുള്ള ആംഗിൾ ഉണ്ടോ, ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളും ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു എക്സ്റ്റീരിയർ ആംഗിളും ആ എക്സ്റ്റീരിയർ ആംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഇന്റീരിയർ ആംഗിളും ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസിലുള്ള ഇന്റീരിയർ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.
എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളും അതിന്റെ ഓപ്പോസിറ്റിലുള്ള ഇന്റീരിയർ ആംഗിളും, ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റുള്ള ഇന്റീരിയർ ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇതിൽ ഇമ്പോർട്ടന്റ് നോട്ടാണ്. ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം? ഈ ഒരു നോട്ടിന്റെ ആവശ്യമുണ്ട്. ഏതൊക്കെയാണ്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു വെർട്ടെക്സിൽ വരുന്ന എക്സ്റ്റീരിയർ ആംഗിളിനും അതിന്റെ ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഇന്റീരിയർ ആംഗിളും എല്ലായ്പ്പോഴും ആൾവേസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഇത് കിട്ടി. ഇത് ഞാൻ ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളണം, മറന്നു പോകരുത്. എത്ര ഡിഗ്രി, 40 എത്ര ഡിഗ്രി ആയാലും ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതേപോലെ മറ്റൊരു പടം വരയ്ക്കാൻ പോവുകയാണ്. വരച്ചു. പേര് കൊടുത്തു ABCD. ഇതിപ്പോ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഞാനിതിന്റെ CD എന്ന സൈഡാണ് ചെയ്തത്, എക്സ്റ്റെൻഡ് ചെയ്തത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടിയല്ലോ. ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഏത് ആംഗിളിനാണ് ഈക്വൽ എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം, ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ആ വെർട്ടെക്സിന്റെ ആ എക്സ്റ്റീരിയർ ആംഗിളിന്റെ വെർട്ടെക്സ് ഉണ്ടല്ലോ, ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റിലുള്ള ഇന്റീരിയർ ആംഗിൾ, ദാറ്റ് മീൻസ് ആംഗിൾ എ അല്ലേ? അപ്പൊ ഏതൊക്കെ ഈക്വൽ? ആംഗിൾ എയും ഇതാണ് ഇ, ആംഗിൾ BCEയുമാണ് ഈക്വൽ. അപ്പൊ ഏതൊക്കെ ഈക്വൽ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ BCE. ഓക്കെ, ഇനി ഞാൻ ഇവിടെ CD ഇവിടെ ഉണ്ട്, ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് BC ഞാൻ താഴേക്ക് എക്സ്റ്റെൻഡ് ചെയ്തെന്നായിരിക്കും ചെയ്തു. അപ്പൊ നമ്മുടെ ABE ഇവിടെ കിട്ടി. അപ്പൊ ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഈ എക്സ്റ്റീരിയർ ആംഗിളിന്റെ വെർട്ടെക്സ് ഏതാ? ഈ പോയിന്റ്. അതിന്റെ ഓപ്പോസിറ്റ് ഇന്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ആംഗിൾ D. അപ്പൊ ആംഗിൾ D അല്ലേ? അപ്പൊ ഏതൊക്കെ ഈക്വൽ? ആംഗിൾ D ഈസ് ഈക്വൽ ടു ആംഗിൾ ABE. ഈ രണ്ട് ആംഗിളാണ് ഈക്വൽ. അതുപോലെ ഈ ആംഗിൾ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു, ഇവിടെ E കൊടുത്തു. അപ്പൊ DAE ഈ ആംഗിൾ എക്സ്റ്റീരിയർ ആംഗിൾ, ഇതാണ് ഇപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? എക്സ്റ്റീരിയർ ആംഗിൾ DAE. ഈ എക്സ്റ്റീരിയർ ആംഗിൾ വെർട്ടെക്സ് ഏതാ? ഈ പോയിന്റ് A എന്ന ഈ പോയിന്റ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ആംഗിൾ C അല്ലേ? അപ്പൊ ഏതൊക്കെ ആംഗിൾ ആയിരിക്കും? ആംഗിൾ C ഈസ് ഈക്വൽ ടു ആംഗിൾ EAD. ഓക്കെ, അപ്പോഴ് എന്താ പഠിച്ചപ്പോ നമ്മള്? ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള ആംഗിളും അല്ലെ, ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളും, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളും ആ വെർട്ടെക്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇന്റീരിയർ ആംഗിളും എന്തായിരിക്കും? ആൾവേസ് ഈക്വൽ ആയിരിക്കും. ഇത് ഇമ്പോർട്ടന്റ് നോട്ടാണ്, വെരി ഇമ്പോർട്ടന്റ് നോട്ടാണ്. ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഇതിന്റെ ആശയം നമുക്ക് വേണം. അപ്പൊ ഇത് ചെയ്ത് പഠിച്ചോളണം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, രണ്ട് സർക്കിള്, ആ രണ്ട് സർക്കിളും P എന്ന പോയിന്റിലും Q എന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്തു. ഓക്കെ, 2 സർക്കിൾസ് ഏതൊക്കെ പോയിന്റ് ക്രോസ് ചെയ്തു? Pയിലും Qയിലാണ് ഈ രണ്ട് സർക്കിൾ ക്രോസ് ചെയ്തത്. വലിയ സർക്കിളിലെ Aയും Bയും, ചെറിയ സർക്കിളിലെ പോയിന്റാണ് Cയും Dയും. ഞാനിവിടെ ചെയ്തത് Aയും Bയും, Bയും Dയും, Dയും Cയും, Aയും Cയും തമ്മിൽ എന്ത് ചെയ്തു? ജോയിൻ ചെയ്ത് ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കി. ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടാക്കി അല്ലേ? അപ്പൊ ഈ ക്വാഡ്രിലാറ്ററിന്റെ പേരെന്താണ്? ABDC എന്നാണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ പേര്. എങ്ങനെ വായിക്കും? ABCD ആണോ? അല്ല, ABDC. ഇങ്ങനെയാണ് ടെസ്റ്റിൽ പേര് കൊടുത്തേക്കുന്നത്, ABDC. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്, ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, AC-യും BD-യും നോൺ പാരലൽ സൈഡ്സ് ആണ്. ACBD നോൺ പാരലൽ ആണ്. അപ്പൊ ഈ AC-യും BD-യും മീൻസ് എന്തല്ല? പാരലൽ ലൈൻസ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത്
AC is equal to BD ആണെങ്കിൽ ഈ ക്വാഡ്രിലാറ്ററലില് എസിയും ബിഡിയും എന്തല്ല, പാരലൽ അല്ല. എസിയും ബിഡിയും ഈക്വൽ ആണെങ്കിൽ, എസിയും ബിഡിയും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ABDC എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് ABDC എന്ന ഈ ക്വാഡ്രിലാറ്ററൽ എന്താണെന്ന് പ്രൂവ് ചെയ്യണം, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ദാറ്റ് ABDC cyclic. ABDC cyclic എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. നോക്കട്ടെ, ABDC cyclic എന്ന് പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഡിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ഒരു വലിയ വൃത്തം ഇവിടെ ഉണ്ട് അല്ലെ. ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിലൂടെയും 4 വെർട്ടെക്സിലൂടെയും കടന്നു പോകുന്ന ഒരു സർക്കിൾ നമുക്ക് വരയ്ക്കാൻ കഴിയുമെന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എസിയും ബിഡിയും നോൺ പാരലൽ സൈഡ്സ് ആണ് അല്ലെ. എസിയും ബിഡിയും എന്തല്ല, ഇത് രണ്ട് പാരലൽ ലൈൻസ് അല്ല. എ ബിയും സി ഡിയും എന്താണെങ്കിൽ സോറി എ ബി സി ഡി അല്ല, എസിയും ബിഡിയും ഈക്വൽ ആണെങ്കിൽ, ഇത് രണ്ടും നോൺ പാരലൽ ആണ്, അത് രണ്ടും ഈക്വൽ ആണെങ്കിലാണ് നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് PQ അങ്ങോട്ട് ജോയിൻ ചെയ്യുക. ജോയിൻ PQ നമ്മൾ ജോയിൻ ചെയ്തു. PQ നമ്മൾ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഈ വലിയ സർക്കിളില് ഒരു ക്വാഡ്രിലാറ്ററൽ മേക്ക് ചെയ്തു. ഏതാണ്, ABQP എന്നൊരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായി. ഏതാണ്, ക്വാഡ്രിലാറ്ററൽ ABQP. അപ്പൊ നിങ്ങൾ നോക്കുക, ക്വാഡ്രിലാറ്ററൽ ABQP നോക്കട്ടെ. ABQP ഇപ്പോൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ വെർട്ടെക്സ് ആയ എയും ബിയും ആണ്. ഈ Q എന്ന് പറയുന്ന ഈ പോയിന്റും P എന്ന് പറയുന്ന ഈ പോയിന്റും ഈ വലിയ സർക്കിളിലെ 4 പോയിന്റ്സ് ആണ്. അപ്പോൾ ABQP ഇവിടെ എന്തായി മാറി, സൈക്ലിക് ക്വാഡ്രിലാറ്ററലായി മാറി. ABQP എന്തായി, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ക്വാഡ്രിലാറ്ററൽ ABQP എന്ന് പറയുന്നത് എന്തായി മാറി, സൈക്ലിക് ആയി മാറി അല്ലേ. അപ്പൊ ABQP എന്തായി മാറി, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറി. അപ്പൊ ABQP സൈക്ലിക് ആണെങ്കിൽ അവിടെ ഇത് മാത്രമല്ല, നിങ്ങൾ PQDC നോക്കിയേ. PQDC ഈ സ്മാൾ സർക്കിളിലെ 4 പോയിന്റ്സ് അല്ലേ, പിയും ക്യൂവും ഡിയും സിയും. അപ്പൊ ഈ PQDCയും എന്താണ്, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണല്ലോ അല്ലേ. അപ്പൊ ഈ പറഞ്ഞതുപോലെ ക്വാഡ്രിലാറ്ററൽ PQDC ഇതും സൈക്ലിക് ആണ്. അപ്പോൾ ഈ PQ ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ ഇത് ഒന്നാമത്തത്, ഇത് രണ്ടാമത്തത് അല്ലെ. ഇത് രണ്ടും എന്താണ് നമുക്ക് കിട്ടി, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഒന്നാമത്തേത് നോക്കാം, ABQP നോക്കാം. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABQPയില് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളും എന്താണ്, ഈക്വൽ ആണ്. അപ്പൊ ഞാൻ ഇവിടെ ആംഗിൾ ബി എടുത്താൽ ഈ ആംഗിൾ ബിയുടെ മെഷർമെന്റും ആംഗിൾ QPC ആണ്, ഈ ആംഗിളും സെയിം മെഷർമെന്റ് ആയിരിക്കും ആണല്ലോ. ഏതൊക്കെ ആംഗിൾ ഈക്വൽ ആണ്, ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ABQPയുടെ ബി എന്ന് പറയുന്ന ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആയ ആംഗിൾ QPCയും എന്താണ്, ഈക്വൽ ആണ്. അതായത് ആംഗിൾ ബി ഞാൻ X എന്ന് കൊടുത്താൽ ആംഗിൾ QPCയും എന്ത് തന്നെ ആയിരിക്കും, X തന്നെ ആയിരിക്കും. തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്യാൻ പഠിച്ച കാര്യമാണ് അല്ലേ. ഈ ക്വസ്റ്റ്യൻ തൊട്ട് ബാക്കിലുള്ള ക്വസ്റ്റ്യൻ എന്താ പഠിച്ചത്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഒരു വെർട്ടെക്സിലുള്ള ആംഗിളും അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്ന് പഠിച്ചു, ഈക്വൽ ആണ്. നമ്മൾ തൊട്ട് മുമ്പ് പ്രൂവ് ചെയ്യാനായിട്ട് പഠിച്ചു. അപ്പോൾ ഇവിടെ ആംഗിൾ ബി ഞാൻ X എന്ന് കൊടുത്താൽ ആംഗിൾ QPCയും എന്ത് തന്നെ ആയിരിക്കും, X തന്നെ ആയിരിക്കും. നോക്കിക്കോ, അപ്പോൾ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ QPC. ഇവിടെ എന്തുകൊണ്ട് ഞാൻ ആംഗിൾ Q എന്ന് മാത്രം പറഞ്ഞില്ല, ആ ആംഗിൾ Q എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തെ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഇപ്പുറത്തെ വേണം അല്ലെ. 2 ആംഗിൾസിന്റെ വെർട്ടെക്സ് ആണ് ഈ P എന്ന പോയിന്റ്. അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ 3 വർഷം കൃത്യമായിട്ട് കൊടുത്തത്
അപ്പൊ ഈ ഒരു ആംഗിൾ നോട്ട് ചെയ്യാൻ നമ്മൾ പി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാര്യം എന്താ, പി എന്ന് നമ്മൾ മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്റീരിയർ ആംഗിളും എന്തായിപ്പോ എന്താണ്, പി ആണ്. അപ്പൊ കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആംഗിൾ ഞാൻ QPC എന്ന് തന്നെ കൊടുത്തത്. ഓക്കെ, അപ്പൊ ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ QPC ഇസ് ഈക്വൽ ടു എന്തെന്ന് കൊടുത്തു, എക്സ് എന്ന് കൊടുത്തു അല്ലെ. ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ഇനി നിങ്ങൾ ആംഗിൾ QPC നോക്കുക, ആംഗിൾ ഡി നോക്കുക. ആംഗിൾ QPC നോക്കുക, ആംഗിൾ ഡി നോക്കുക. ഇത് നമ്മൾ സൈക്ലിക് കോർഡിനേറ്റർ പഠിച്ചു. ആംഗിൾ QPCയും ആംഗിൾ ഡിയും ഒരു സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾ ആണ്. അപ്പോൾ ഒരു സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾസിന്റെ സംബന്ധം എത്രയായിരിക്കും, 180 ആയിരിക്കും. അപ്പോൾ ഒരു സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ആംഗിൾസിന്റെ സംബന്ധം എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അതിൽ ഒരു ആംഗിൾ എക്സ് എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും, 180 മൈനസ് എക്സ് ആയിരിക്കും. മനസ്സിലായോ അറിയത്തില്ല. ആംഗിൾ QPCയും ആംഗിൾ ഡിയും ഒരു സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. സൈക്ലിക് കോർഡിനേറ്ററിലെ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സംബന്ധം എത്രയാണ്, 180 ഡിഗ്രിയാണ്. ഞാൻ എഴുതി കാണിക്കാം. ആംഗിൾ QPC പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. എന്തുകൊണ്ട് ആംഗിൾ QPC പ്ലസ് ആംഗിൾ ഡി 180 ആയി? PQDC സൈക്ലിക് കോർഡിനേറ്ററിലാണ്. സൈക്ലിക് കോർഡിനേറ്ററിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിന്റെ ആംഗിൾസിന്റെ സംബന്ധം എത്ര, 180. അപ്പൊ ആംഗിൾ QPC പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 അല്ലേ. അപ്പൊ അതില് ആംഗിൾ QPC എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180. അപ്പൊ therefore ആംഗിൾ ഡി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ്. അപ്പൊ ആംഗിൾ ഡി നമുക്ക് എന്ത് കിട്ടി, 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ഇപ്പൊ ആംഗിൾ ഡി 180 മൈനസ് എക്സ് വായിക്കാൻ പറ്റുമോ? ആംഗിൾ ഡി നമുക്ക് 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ഓക്കെ, ആംഗിൾ ഡി കിട്ടി കഴിഞ്ഞു. ഇത് നിങ്ങൾ നോക്കുക, ആംഗിൾ ബി നോക്കുക, ആംഗിൾ ഡി നോക്കുക. ആംഗിൾ ബി എന്താണ്, എക്സ്. ആംഗിൾ ഡി എന്താണ്, 180 മൈനസ് എക്സ് അല്ലേ. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ഡിയും ഇവിടെ ഈ ആംഗിൾ ബിയുടെയും ആംഗിൾ ഡിയുടെയും കൂടെ സം. അപ്പൊ നിങ്ങൾ ക്വാഡ്രിലാറ്ററൽ ABDC കൺസിഡർ ചെയ്താൽ ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ് അല്ലേ. അതായത് ഇൻ ക്വാഡ്രിലാറ്ററൽ ABDC ആംഗിൾ ബി പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 180 മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 180. അങ്ങനെ മനസ്സിലായി? ഇത് പ്ലസ് എക്സ്, ഇത് മൈനസ് എക്സ്, ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര ഉണ്ട്, 180 ഉണ്ട് അല്ലേ. അപ്പൊ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി, 180 എന്ന് കിട്ടി. നോക്കൂ, ശ്രദ്ധിക്കുക. ആംഗിൾ ബിയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടി. അപ്പൊ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ് ABDC. അത് നോക്കുക, ഈ രണ്ട് ആംഗിൾസിന്റെ സം 180 കിട്ടി അല്ലേ. ഈ രണ്ട് ആംഗിൾസിന്റെ പേരെന്താ, ഒരു ക്വാഡ്രിലാറ്ററൽ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കുറച്ച് ക്ലാസ്സില്. ഈ രണ്ട് ആംഗിൾ ഈ രണ്ട് ആംഗിൾ അല്ലേ. ഇതാണ് കോ-ഇന്റീരിയർ ആംഗിൾസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ കോ-ഇന്റീരിയർ ആംഗിൾസ് എന്താണെങ്കിൽ സപ്ലിമെന്ററി ആണെങ്കിൽ, സപ്ലിമെന്ററി മീൻസ് അത് ആഡ് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ആണെങ്കിൽ ആ ടു ലൈൻസും പാരലൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് കൊച്ചു ക്ലാസ്സിലെ പഠിച്ചാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ടു പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, ടു പാരലൽ ലൈൻസിനെ ഒരു ലൈൻ എന്ത് ചെയ്യുമ്പോഴത്തേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് ആംഗിൾ ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. കോ-ഇന്റീരിയർ ആംഗിൾസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, സപ്ലിമെന്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ രണ്ടെണ്ണം അല്ലേ. ഇത് രണ്ടാണ് കോ-ഇന്റീരിയർ ആംഗിൾസ്. ഇത് രണ്ടും എന്തായിരിക്കും, ആഡ് ചെയ്യുമ്പോൾ 180 ആണെങ്കിലാണ് ഈ രണ്ട് ലൈനും പാരലൽ ആവുക. തിരിച്ചു പറഞ്ഞാൽ ഈ രണ്ട് ലൈനും പാരലൽ ആകുമ്പോഴാണ് ഈ രണ്ട് ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുക, 180 ഡിഗ്രി കിട്ടുക. അപ്പൊ ഇവിടെ ആംഗിൾ ബിയും ആംഗിൾ ഡിയും തമ്മിൽ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 180 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എബിയും സി ഡിയും എന്താണ്, പാരലൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി, എബിയും പാരലൽ സി ഡി എന്ന് കിട്ടി.
സി ഡി നമുക്ക് തിരിച്ചു എഴുതാം. സി ഡി ആയാലും കറക്റ്റ് തന്നെ ഡി സി. ഓക്കെ, എ ബി പാരലൽ സി ഡി. ഇപ്പൊ ഇവിടെ എ ബിയും സി ഡിയും നമുക്ക് എന്താണെന്ന് കിട്ടി? പാരലൽ ലൈൻസ് ആണെന്ന് കിട്ടി. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായി. എന്തായി? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായി. ഇനി നമുക്കറിയാം അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് എ സിയും ബി ഡിയും. അത് രണ്ടും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? എന്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? എ സി ഈസ് ഈക്വൽ ടു ബി ഡി, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ. ഇവിടെ നമുക്ക് എന്ത് കിട്ടി? അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ, അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലൽ. Therefore ABDC എന്തായി മാറി? ഒരു ഐസോസെലസ് ട്രപ്പീസിയമായിട്ട് മാറി. അപ്പൊ ഇവിടെ ABDC എന്തായി? ഐസോസെലസ് ട്രപ്പീസിയമായി. അപ്പൊ ABDC ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ അത് നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ABDC എന്തായതുകൊണ്ട്? ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട്. ABDC എന്തായതുകൊണ്ട്? ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ഐസോസെലസ് ട്രപ്പീസിയം ആൾവേസ് ബി എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഇവിടെ ABDC എന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം ആണ് അല്ലേ? അപ്പൊ ABDC എന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം ആണ്. അപ്പൊ ABDC ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ABDC എന്തായി മാറി? സൈക്ലിക് ആയി മാറി അല്ലേ? അപ്പൊ ABDC ഐസോസെലസ് ട്രപ്പീസിയം ആയതുകൊണ്ട് ABDC എന്തായി മാറി? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറി. എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രിലാറ്ററിന്റെ എയിലൂടെയും ബിയിലൂടെയും ഡിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ സാധിക്കും? സർക്കിൾ വരയ്ക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അടുത്ത ദിവസം നോക്കുക. ഇവിടെ 3 സർക്കിൾസ് ഉണ്ട് അല്ലേ? 1 2 3 അല്ലേ? ഇവിടെ 3 സർക്കിൾസ് ഉണ്ട്. ആദ്യത്തെ 2 സർക്കിൾസിൽ ക്രോസ് ആ സർക്കിൾസ് തമ്മിൽ ക്രോസ് ചെയ്ത പോയിന്റ്സ് ആണ് പിയും ക്യൂ. അടുത്ത 2 സർക്കിൾസ് തമ്മിൽ ക്രോസ് ചെയ്ത പോയിന്റ് ആണ് ആർ എസ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് 2 സർക്കിൾസ് ക്രോസ് ചെയ്തിട്ടുണ്ട് പിയും ക്യൂവും. അടുത്ത 2 സർക്കിൾസ് ക്രോസ് ചെയ്തിട്ടുണ്ട് ആർ എസ്. ഫസ്റ്റ് സർക്കിളിലെ 2 പോയിന്റ്സ് ആണ് എ ബി, ലാസ്റ്റ് സർക്കിളിലെ 2 പോയിന്റ്സ് ആണ് സിയും ഡി. ഞാൻ എന്ത് ചെയ്യും? എ ബി ബി ഡി വരച്ചു, സി ഡി ഉണ്ട്, എ പി ആറിലൂടെ കടന്നുപോയി സി വരച്ചു. ഇപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഏതാണ്? ABDC എന്ന് പറയുന്നത് ഒരു നീളത്തിലുള്ള ഒരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഉണ്ട് അല്ലേ? വലിയൊരു ക്വാഡ്രിലാറ്ററൽ ഇവിടെ ഉണ്ട്. ABDC എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഈ ക്വാഡ്രിലാറ്ററിന്റെ ആംസ് എല്ലാം ഏതിലൂടെ കടന്നുപോയത്? ഫസ്റ്റ് സർക്കിളിലെ എയിലൂടെയും ബിയിലൂടെയും, അടുത്ത സർക്കിൾസ് എല്ലാം ക്രോസ് ചെയ്ത പോയിന്റിലൂടെയാണ് കടന്നുപോയത് അല്ലേ? എയിലൂടെ എ സി എന്ന ആം പിയിലൂടെയും ആറിലൂടെയും പോയി, ബി ഡി അതിലൂടെയൊക്കെ പോയി, ക്യൂയിലൂടെ എസിലൂടെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABDC എന്ന് പറയുന്ന ഈ ഒരു വലിയ ക്വാഡ്രിലാറ്ററൽ, ABDC എന്ന് പറയുന്ന ഈ വലിയൊരു ക്വാഡ്രിലാറ്ററൽ, ഇങ്ങനെ വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ABDC സൈക്ലിക് എന്ന് പറഞ്ഞാൽ ഈ വലിയ ക്വാഡ്രിലാറ്ററലിന്റെ എയിലൂടെയും ബിയിലൂടെയും ഡിയിലൂടെയും സിയിലൂടെയും കടന്നു പോകുന്ന ഈ 3 വെർട്ടെക്സിലൂടെയും ഈ 4 വെർട്ടെക്സിലൂടെയും കടന്നു പോകുന്ന നമുക്ക് എന്ത് വരയ്ക്കാൻ കഴിയുമെന്നാണ്? സർക്കിൾ വരയ്ക്കാൻ കഴിയും എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇവിടെ ABDC ഈ 4 വെർട്ടെക്സിലൂടെയും കടന്നു പോകുന്ന ഒരു വലിയ സർക്കിൾ നമുക്ക് ഇതിന് പുറത്ത് വരയ്ക്കാൻ കഴിയും എന്നാണ് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്? പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ പ്രൂവ് ചെയ്യേണ്ടത് നമുക്ക് പ്രൂവ് ദാറ്റ് ABDC സൈക്ലിക് അല്ലേ? ABDC സൈക്ലിക് ആണെന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ചെയ്യാം. നോക്ക്, അതിന് ഞാൻ ചെയ്യേണ്ടത് ആദ്യം PQ ജോയിൻ ചെയ്തു, പിന്നെ RSഉം ജോയിൻ ചെയ്തു. ഇപ്പൊ ഏതൊക്കെ ജോയിൻ ചെയ്തു? PQവും RSഉം ജോയിൻ ചെയ്തു. നോക്ക, PQ ഞാൻ ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായി, അതാണ് ABQP. അപ്പൊ ABQP ക്വാഡ്രിലാറ്ററൽ ആണ്.
അതിന് എന്ത് പ്രത്യേകതയുണ്ട്? എയും ബിയും ഇ ക്യു എന്ന പോയിന്റും പി എന്ന പോയിന്റും ഓൺ ദി സർക്കിൾ ആണ് അല്ലേ? അപ്പൊ ഇവിടെ എ ബി ക്യു പി എന്ത് ക്വാഡ്രിലാറ്ററലാണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. അപ്പൊ ഇവിടെ എ ബി ക്യു പി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്. എ ബി ക്യു പി. നമ്മളിവിടെ ആർ എസ് ജോയിൻ ചെയ്തപ്പോ കിട്ടിയ പി ക്യു എസ് ആർ കണ്ടല്ലോ. പി ക്യു എസ് ആർ, ഈ പി ക്യു എസ് ആറും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? പി ക്യു എസ് ആർ അല്ലേ? അപ്പോൾ പി ക്യു എസ് ആർ അതും സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാര്യം എന്താ? ആ ക്വാഡ്രിലാറ്ററിന്റെ എല്ലാം 4 വെർട്ടെക്സും സർക്കിളിലാണ്. ഇനി അടുത്ത ആർ എസ് ഡി സി. ആർ എസ് ഡി സി, ആർ എസ് ഡി സി അല്ലേ? ആർ എസ് ഡി സി, ആർ എസ് ഡി സി അതിന്റെ 4 വെർട്ടെക്സും ഓൺ ദി സർക്കിൾ ആണല്ലോ. അപ്പൊ ആർ എസ് ഡി സിയും എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ആർ എസ് ഡി സി അപ്പൊ എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് 3 ക്വാഡ്രിലാറ്ററൽ കിട്ടി. ആ 3 ക്വാഡ്രിലാറ്ററലും എന്താണ്? സൈക്ലിക് ആണ് നമുക്കറിയാം. ഇത്രയും നമുക്കറിയാം. ഈ എന്തൊക്കെ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് പി ക്യു ആർ എസ് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ. ഓക്കെ, ഇതിൽ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നോക്കാം. എ ബി ക്യു പി നോക്കാം. നോക്കട്ടെ, എ ബി ക്യു പി എന്ന ഈ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ ബി ഞാൻ എക്സ് എന്ന് കൊടുത്താൽ നമുക്കറിയാം ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ, ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ അല്ലേ? ഇത് നമ്മൾ ഫസ്റ്റ് പഠിച്ച പ്രൂഫ്. രണ്ടും ഇതാണ്, ഈക്വൽ ആണെന്ന് നമുക്കറിയാലോ അല്ലേ? അപ്പൊ ഏതൊക്കെ ഈക്വല? ആംഗിൾ എ ബി, ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് ആംഗിൾ ക്യു പി ആറിന് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഈ ആംഗിളും എക്സ് ആണ്. ഓക്കെ, ഇനി ആംഗിൾ ക്യു പി ആർ എക്സ് ആണെങ്കിൽ ഈ സെക്കൻഡ് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിലെ ഒരു ആംഗിൾ ആണ് എക്സ്. നമുക്കറിയാം ആ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആണ് ഈ ആംഗിൾ. ആംഗിൾ ഏതാ? ആർ എസ് ഡി. അതും എക്സ് ആയിരിക്കൂലേ? എക്സ് ആയിരിക്കും. നമ്മളിത് ഫസ്റ്റ് പഠിച്ചത് അല്ലേ? അപ്പൊ ഏതൊക്കെ ആംഗിൾ ഇവിടെ ഈക്വൽ ആണ്? ഈ 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററലും ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ഈ ആംഗിൾ ബി എക്സ് ആണെങ്കിൽ ആ ബിയുടെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിൾ ആണ് എക്സ്. അപ്പൊ ഈ ആംഗിൾ എക്സ് ആയി. ഇനി ഈ പി ക്യു എസ് ആറും സൈക്ലിക് അല്ലേ? അപ്പൊ ആ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഒരു ആംഗിളിലെ എക്സ്, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള എക്സ്റ്റീരിയർ ആംഗിളിലെ ആംഗിൾ ആർ എസ് ഡി. അപ്പൊ അത് എക്സ് ആയിരിക്കൂലേ? അപ്പൊ ഇവിടെ ഏതൊക്കെ ആംഗിൾ ആണ് എക്സ്? ആംഗിൾ ബി എക്സ്, ആംഗിൾ ക്യു പി ആർ എക്സ്, ആംഗിൾ ആർ എസ് ഡിയും എക്സ് ഡിഗ്രി ആണ് അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു പി ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എസ് ഡി ഈസ് ഈക്വൽ ടു എക്സ്. ഈ 3 ആംഗിളും എന്താണ് നമുക്ക് കിട്ടി? എക്സ് ആണെന്ന് കിട്ടി. ഇനി നിങ്ങൾ ആംഗിൾ ആർ എസ് ഡി നോക്കുക, ആംഗിൾ സി നോക്കുക. ആംഗിൾ ഏതൊക്കെ നോക്കുക? ആർ എസ് ഡി നോക്കുക, ആംഗിൾ സി നോക്കുക. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ നമുക്കറിയാം. ഈ ആർ എസ് ഡി സി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത് ആയിരിക്കും 180 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? അതറിയാലോ. ഈ 2 ആംഗിളിന്റെ സം എത്രയാണ്? 180 ആണ്. അപ്പൊ അത് ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അടുത്ത ആംഗിൾ കാണുന്നത് എങ്ങനെയാണ്? 180 നിന്ന് ആ ഒരു ആംഗിൾ കുറച്ചാൽ പോരെ? അപ്പൊ ഇവിടെ ആംഗിൾ സി എന്ന് പറയുന്നതായിരിക്കും 180 മൈനസ് എക്സ്. അപ്പൊ therefore ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് അല്ലേ? അപ്പൊ ആംഗിൾ സി കിട്ടി. എത്ര കിട്ടി? 180 മൈനസ് എക്സ് എന്ന് കിട്ടി. ആംഗിൾ സി കിട്ടി. ഈ എ ബി ഡി സി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണല്ലോ ആംഗിൾ ബിയും ആംഗിൾ സിയും. ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ എയും ആംഗിൾ സിയും. അപ്പോഴ് ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സിയില് ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ ബി അല്ലേ? ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സിയില് ഓപ്പോസിറ്റ് ആംഗിൾ ആയ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ബി നമുക്ക് എന്ത് കിട്ടി? എക്സ് പ്ലസ് ആംഗിൾ സി നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 180 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോയി. ബാക്കി എത്ര? 180. അപ്പൊ ഇവിടെ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 180. അപ്പൊ 1 പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം ഒരു ക്വാഡ്രിലാറ്ററലിന്റെ
വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്രയായി? 180 ആയി അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററിന്റെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ ആ ക്വാഡ്രിലാറ്റർ എന്തായിരിക്കും? സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സിയുടെ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായി? 180 ആയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് 180 ആവും അല്ലേ? എന്ന് പറഞ്ഞാൽ ഇവിടെ എ ബി ഡി സി അല്ലേ? therefore എ ബി ഡി സി എന്ന് പറയുന്നത് എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇവിടെ എ ബി ഡി സി എന്താണ്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. സംശയം ഉണ്ടാ? ഇല്ലല്ലോ. എ ബി ക്യു പി നമ്മൾ പേക്ക് ജോയിൻ ചെയ്തപ്പോൾ കിട്ടിയ എ ബി ക്യു പി എന്താണ്? സൈക്ലിക് ആണ്. ഈ ആർ എസ് ജോയിൻ ചെയ്ത് കിട്ടിയ പി ക്യു എസ് ആറും സൈക്ലിക് ആണ്. അതുപോലെ ആർ എസ് ഡി സിയും സൈക്ലിക് ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു പി ആർ, ആംഗിൾ ക്യു പി ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ ആർ എസ് ഡി അല്ലേ? മൂന്നിനും എക്സ് എന്ന് കൊടുത്തു. ഇത് മൂന്ന് ഈക്വൽ ആണ്. ഒരു ആംഗിൾ എക്സ് കൊടുത്താൽ ബാക്കി എല്ലാ ആംഗിളും എക്സ് തന്നെയാണ്. അപ്പൊ ആംഗിൾ ആർ എസ് ഡി എക്സ് ആണെങ്കിൽ, ആംഗിൾ ആർ എസ് ഡി എക്സ് ഡിഗ്രി ആണെങ്കിൽ therefore ആംഗിൾ സി അല്ലേ? ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആണല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എത്ര? 180. അപ്പൊ ആംഗിൾ ആർ എസ് ഡി എക്സ് ആണെങ്കിൽ ആംഗിൾ സി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? 180 മൈനസ് എക്സ് ആയിരിക്കും. ഇനി ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സിയില് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ആംഗിൾ ബിയും ആംഗിൾ സിയും. ആംഗിൾ ബി നമുക്ക് എത്ര കിട്ടി? എക്സ്. ആംഗിൾ സി നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് എക്സ്. ഈ പ്ലസ് എക്സ് മൈനസ് എക്സ് ക്യാൻസൽ ആയി പോയി. ബാക്കി എത്രയുണ്ട്? 180. അപ്പൊ ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി എന്തായി? 180 ആയി. എന്ന് പറഞ്ഞാൽ എ ബി ഡി സി എന്തായി മാറി? സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിട്ട് മാറി. ഓപ്പോസിറ്റ് ആംഗിൾസ് സം 180 ഡിഗ്രി ആയതുകൊണ്ടാണ് എ ബി ഡി സി എന്തായത്? സൈക്ലിക് ക്വാഡ്രിലാറ്റർ ആയിട്ട് മാറിയത്. ഓക്കെ, അടുത്ത പടം നോക്കുക. ഇവിടെ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി ഉണ്ട്. എന്തുണ്ട്? ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ഓക്കെ, ഇത് ഞാൻ ചെയ്തേക്കുന്നത് എ എന്ന് പറയുന്ന ഈ ആംഗിളിന്റെ ബൈസെക്ടർ ആണ് വരച്ചേക്കുന്നത് അല്ലെ? അപ്പൊ ഈ വരച്ചേക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ്. ആംഗിൾ ബിയുടെ ബൈസെക്ടർ ആണ് ഈ വരച്ചേക്കുന്നത്. ഈ വരച്ചേക്കുന്നത് ആംഗിൾ സിയുടെ ബൈസെക്ടർ ആണ്. ഈ വരച്ചേക്കുന്നത് ആംഗിൾ ഡിയുടെ ബൈസെക്ടർ ആണ്. ബൈസെക്ടർ മീൻസ് സമഭാജി അല്ലേ? അപ്പോൾ ആംഗിൾ എയെ രണ്ട് ഈക്വൽ പാർട്ടാക്കിയ ലൈനാണ് ഇവിടുന്ന് ബി സിയിലേക്ക് വരച്ചേക്കുന്നത്. അപ്പൊ ആംഗിൾ എയിൽ നിന്ന് ബി സിയിലേക്ക് വരച്ചേക്കുന്ന ഈ ലൈൻ എന്ന് പറയുന്നത് ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ എ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് മാറും. അതുപോലെ ബി എന്ന് പറയുന്ന ഈ വെർട്ടെക്സിൽ നിന്ന് അതിന്റെ സി ഡി എന്ന സൈഡിലേക്ക് വരച്ചേക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ ബി എ രണ്ട് ഈക്വൽ പാർട്ടാക്കി. സി എന്ന വെർട്ടെക്സിൽ നിന്നും എ ബി എന്ന സൈഡിലേക്ക് വരച്ചേക്കുന്ന ഈ ലൈൻ ആംഗിൾ സി എയും രണ്ട് ഈക്വൽ പാർട്ടാക്കി. ആംഗിൾ ഡിയിൽ നിന്നും എ ബിയിലേക്ക് വരച്ചേക്കുന്ന ഈ ലൈനിന് ആംഗിൾ ഡി എത്ര ഈക്വൽ പാർട്ടാക്കി? രണ്ട് ഈക്വൽ പാർട്ട് ആക്കി മാറ്റിയിരിക്കുകയാണ്. നോക്കട്ടെ, ഇങ്ങനെ ബൈസെക്ടേഴ്സ് വരച്ചപ്പോൾ ആ ബൈസെക്ടേഴ്സ് എല്ലാം കൂടി പി എന്ന പോയിന്റിലും ക്യു ആർ എസ് ഇങ്ങനെ 4 പോയിന്റ് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ ബൈസെക്ടേഴ്സ് ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 വെർട്ടെക്സിലുമുള്ള ബൈസെക്ടേഴ്സ് എവിടെ ക്രോസ് ചെയ്തു? പിയിലും ക്യൂവിലും ആറിലും എസിലും ക്രോസ് ചെയ്തു. അപ്പോഴവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ടായി. പി ക്യു ആർ എസ് എന്ന് പറയുന്നത് എന്തുണ്ടായി? ഒരു ക്വാഡ്രിലാറ്ററൽ മേക്ക് ചെയ്തു. ഈ പി ക്യു ആർ എസ് എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററൽ ഏതാണ്? ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് പ്രൂവ് ദാറ്റ് ഏതാണ്? പി ക്യു ആർ എസ് സൈക്ലിക് അല്ലേ? പി ക്യു ആർ എസ് നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആകണമെങ്കിൽ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സംബന്ധം കിട്ടിയാൽ മതി. 180 ഡിഗ്രി കിട്ടിയാൽ മതി അല്ലേ? വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം 180 ആണെങ്കിൽ എന്താവും? അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസ് സം ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? 180 ആവും അല്ലേ? ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്? ഈ ലൈൻ ആംഗിൾ എയുടെ ബൈസെക്ടർ ആണ്. അപ്പൊ ആംഗിൾ എ എത്ര ഡിഗ്രി ആണെങ്കിലും
ഈ ലൈൻ വരച്ചപ്പം ആംഗിൾ എ രണ്ട് ഈക്വൽ പാർട്ടായി. ഓക്കെ, അപ്പോൾ ആംഗിൾ എ ഫുള്ള് ഈ 40 ഡിഗ്രി ഫുൾ 40 ഡിഗ്രി ആണെങ്കിൽ ഈ ആകത്ത് എത്ര വരും? 20 വരും. ഇവിടെയും 20 ഹാഫ് അല്ലേ? അവ തമ്മിൽ ചേരുമ്പം എത്രയാവും? 40 എന്ന് വരും. എത്രയായാലും അല്ലേ? ഇപ്പൊ ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 50 ആയിരിക്കും. ഇത് കൂട്ടുമ്പോൾ എത്ര ഫുള്ളായിട്ട് എത്ര വരും? 100 വരും. അപ്പൊ ആംഗിൾ എ എന്ന് പറയുന്ന ഈ ആംഗിള് ഞാൻ 2a എന്ന മെഷർമെന്റ് കൊടുത്തു. 2a എന്നൊരു സംഖ്യ കൊടുത്തു. ഏത് സംഖ്യ ആയിക്കോട്ടെ, ഞാൻ ആംഗിൾ എക്ക് 2a എന്ന് കൊടുത്തു. ആംഗിൾ എ ഫുള്ളായിട്ട് 2a ആണെങ്കിൽ ഈ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് ആയിരിക്കൂലേ? അപ്പൊ therefore ഈ ബൈസെക്ടേഴ്സ് കിട്ടാൻ ഇവിടെ വരുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 2a ഹാഫായ എന്തായിരിക്കും? a ആയിരിക്കും അല്ലെ? 2a ഹാഫ് എന്താണ്? 2a/2 എന്താവും? a. അപ്പോൾ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയി? a എന്ന് കിട്ടി. നോക്കട്ടെ. അതുപോലെ ഞാൻ ആംഗിൾ ബി ഫുള്ളായിട്ടുള്ള ഈ ആംഗിൾ ബി എന്ന് പറയുന്നത് 2b എന്ന് കൊടുത്തു. 2b. അപ്പൊ ഇവിടെ എന്തായിട്ട് നമുക്ക് a എന്ന് കിട്ടി. ഇത് ഫുള്ളാണ് 2b. അപ്പൊ ഹാഫ് പോർഷൻ എന്തായിരിക്കും? b. ഓക്കെ, ഈ ആംഗിൾ സി ഫുള്ളായിട്ട് ഞാൻ കൊടുത്തു 2c. അപ്പൊ ഈ ഒരു പാർട്ട് എന്തായിരിക്കും? പറയൂ, സി. ഓക്കെ, ഇനി ആംഗിൾ ഡി ഞാൻ ഫുള്ളായിട്ട് 2d കൊടുത്തു. അപ്പൊ ഈ ഒരു പാർട്ട് വരും? ഡി. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ആംഗിൾ എ ഫുള്ളായിട്ട് 2a കൊടുത്തു, ആംഗിൾ ബി ഫുള്ളായിട്ട് 2b കൊടുത്തു, ആംഗിൾ സി ഫുള്ളായിട്ട് 2c കൊടുത്തു, ആംഗിൾ ഡി ഫുള്ളായിട്ട് 2d കൊടുത്തു. അപ്പൊ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് കിട്ടി അല്ലേ? ഏതൊക്കെയാണ്? 2a, 2b, 2c, 2d. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് ആണ് 2a, 2b, 2c, 2d. അങ്ങനെയാണെങ്കിൽ ഈ 4 ആംഗിൾസിന്റെ കൂടെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസിന്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 360. അപ്പൊ 2a പ്ലസ് 2b പ്ലസ് 2c പ്ലസ് 2d is equal to എത്ര ഡിഗ്രി? 360 ഡിഗ്രി. ഈ എല്ലാ ടൈമിൽ 2 ഇനി കോമൺ ആയിട്ട് എടുക്കാം. ബാലൻസ് എന്ത് വരും? a, ഇവിടെ b, ഇവിടെ c, ഇവിടെ d is equal to 360 into 2 സമത്തിന് അപ്പുറത്ത് എന്താവും? by2. അപ്പൊ therefore a plus b plus c plus d എന്ന് പറയുന്നത് 360/2 is equal to 180. അപ്പൊ a plus b plus c plus d is equal to 180. ഇത് മനസ്സിലായല്ലോ? ഇതിന്റെ എങ്ങനെയാ ചെയ്തേക്കുന്നത്? ഈ എ ബി സി ഡി എന്ന് പറയുന്ന ഈ ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾ ഞാൻ ഒരു ആംഗിൾ 2a, അടുത്ത ആംഗിൾ 2b, അടുത്ത ആംഗിൾ 2c, അടുത്ത ആംഗിൾ 2d എന്ന് കൊടുത്താൽ ആ 4 ആംഗിൾസിന്റെ കൂടെ സംബന്ധം എത്ര ഡിഗ്രി ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഞാൻ എന്തുകൊണ്ടാണ് 2a എന്ന് കൊടുത്തത്? a എന്ന് കൊടുത്താലും മതി, ഏത് സംഖ്യ കൊടുത്താലും മതി അല്ലേ? a എന്ന് പറയുന്ന ആംഗിൾ ഏത് സംഖ്യ കൊടുത്താലും മതി. ഇവിടെ നമുക്ക് ഹാഫ് എടുക്കണം. ഹാഫ് എടുക്കുന്നതിന് വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ 2a എന്ന് കൊടുത്തത്. 2a എടുത്താൽ നമുക്ക് ഹാഫ് എടുക്കാൻ എളുപ്പമാണ്. a എന്ന് എടുക്കാം. ഇപ്പൊ മൊത്തത്തിൽ a ആണെങ്കിൽ ഈ ഹാഫ് പോർഷൻ ആയിരിക്കും a/2 ഫ്രാക്ഷൻ വരും. ഇത് ചെയ്യാൻ പാടാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ 2a കൊടുത്തിട്ട് മൊത്തത്തിൽ അല്ലേ? ഇത് ഫുൾ 2b കൊടുത്തത്. എന്തുകൊണ്ട്? ഇവിടെ ബൈസെക്ടർ വരച്ചേക്കുമ്പോഴത്തേക്ക് ആ മൊത്തത്തിലുള്ള ആംഗിൾ എത്രയാണ്? അതെന്താവും? 2 ഈക്വൽ പാർട്ടാകും. അപ്പൊ ഹാഫ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് 2a എന്ന് കൊടുത്തത്. അത് മനസ്സിലായോ? 2a എന്ന് കൊടുത്ത് മനസ്സിലായല്ലോ? 3a കൊടുത്താൽ 1.5a എന്ന് വരും, ഡെസിമൽ നമ്പർ വരും. 4a എന്ന് കൊടുത്താൽ ഫുള്ളായിട്ട് ഈ ഹാഫ് എടുക്കുമ്പോൾ വരും 2a. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിലാണ്. ഓക്കെ, നിങ്ങൾ ട്രയാങ്കിൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ട്രയാങ്കിൾ ABR നോക്കുക. ട്രയാങ്കിൾ ABR. In triangle ABR. ട്രയാങ്കിൾ ABR. നിങ്ങൾ ട്രയാങ്കിൾ ABR കണ്ടോ?
എ ബി ആർ. ഇതാണ് ട്രയാങ്കിൾ എ ബി ആർ. ഒരു ട്രയാങ്കിളിലെ 3 ആംഗിൾസിന് സം എത്ര ഡിഗ്രിയാണ്? 180 ഡിഗ്രി നമുക്കറിയാം. അല്ല 3 ആംഗിൾസ് 3 ആംഗിൾസ് ഏതൊക്കെയാ? ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ, ഒന്ന് ഇവിടെ. ഇതാണ് ട്രയാങ്കിൾ എ ബി ആറിന്റെ 3 ആംഗിൾസ്. ട്രയാങ്കിൾ എ ബി ആറില് ആംഗിൾ ആർ എ ബി, ആംഗിൾ ആർ എ ബി അല്ലെ, ആർ എ ബി, ആർ എ ബി, ഈ ആംഗിള് എത്ര ഡിഗ്രി വരും? നമുക്കറിയാം ആംഗിൾ എ ഫുള്ളായിട്ട് നമ്മൾ എന്താ കൊടുത്തത്? 2a ആണ് കൊടുത്തത്. അപ്പൊ ആർ എ ബി എടുക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ 2a ഹാഫ് വരും, എ അല്ലേ? അപ്പൊ ഇവിടെ എ ആണ്. അപ്പോൾ ആംഗിൾ ആർ എ ബി ഈക്വൽ ടു എത്ര? എ. അതുപോലെ ആംഗിൾ ആർ ബി എ, ആംഗിൾ ആർ ബി എ ഇവിടെ ഇത് ഫുള്ളായിട്ട് ഞാൻ 2b അല്ലേ കൊടുത്തത്, ഇത് ബൈസെക്ടർ അല്ലേ അല്ലേ? അപ്പൊ എന്തായിരിക്കും? ബി. ഓക്കെ, അത് ഫുള്ളായിട്ട് 2b ആയതുകൊണ്ട് ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഇവിടെ എത്ര വരും? ബി വരും. അപ്പോൾ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് കിട്ടി, 2 ആംഗിൾസ് നമുക്ക് കിട്ടി. ഒരു ആംഗിൾ എ, അടുത്ത ആംഗിൾ ബി. ഒരു ട്രയാങ്കിൾസിലെ 2 ആംഗിൾസ് നമുക്ക് കിട്ടിയാൽ നമുക്ക് തേർഡ് ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്നും നമുക്ക് അറിയാവുന്ന 2 ആംഗിൾസ് തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ 180 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് തേർഡ് ആംഗിൾ ആയ ആംഗിൾ ആർ ബി, സോറി എ ആർ ബി കിട്ടും അല്ലേ? അപ്പൊ ട്രയാങ്കിൾ എ ബി ആറിലെ therefore ആംഗിൾ എ ആർ ബി ഈസ് ഈക്വൽ ടു, എ ആർ ബി എന്ന് പറയുന്ന തേർഡ് ആംഗിൾ അല്ലേ? ഈ ട്രയാങ്കിളിലെ ഒരു ആംഗിൾ എ എന്ന് കിട്ടി, അടുത്ത ആംഗിൾ ബി എന്ന് കിട്ടി. ഇവിടെ എന്തുകൊണ്ട് എ എന്നായി? ഇത് ഫുള്ളായിട്ട് 2a നമ്മൾ കൺസിഡർ ചെയ്തു, അതുകൊണ്ട് ഒരു ഹാഫ് പോർഷൻ എടുക്കുമ്പോൾ എ. ഇത് ഫുള്ളായിട്ട് 2b എന്ന് കൺസിഡർ ചെയ്തു, ഹാഫ് പോർഷൻ എടുക്കുമ്പോൾ ബി. അപ്പൊ ഈ ട്രയാങ്കിളിലെ 2 ആംഗിൾ കിട്ടി. അപ്പൊ തേർഡ് ആംഗിൾ എന്ന് പറയുന്നത്, തേർഡ് ആംഗിൾ ആയ ആംഗിൾ എ ആർ ബി എന്ന് പറയുന്നത് 180 മൈനസ് എ പ്ലസ് ബി. ഇവ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് 180 എന്ന് കുറയ്ക്കേണ്ടത്. ഇവിടെ ഈ ബ്രാക്കറ്റ് ഇല്ല എന്ന് വിചാരിച്ചോ, അപ്പോഴേ നമുക്ക് തെറ്റി. ഓക്കെ, ഇവിടെ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ശരിയാണോ? ഇതെങ്ങനെ വായിക്കും? 180 നിന്നും എ മൈനസ് ചെയ്തിട്ട് ബി ആഡ് ചെയ്യണമെന്നാണ്. അങ്ങനെയാണോ? ഈ ബ്രാക്കറ്റ് ഇവിടെ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? 180 നിന്ന് എ എന്ന് പറയുന്ന ആംഗിൾ മൈനസ് ചെയ്തതിന് ശേഷം ബി ആഡ് ചെയ്യുമ്പോഴാണ് ഈ ആംഗിൾ കിട്ടുക എന്നാവും. അങ്ങനെയാണോ? അല്ല. എങ്ങനെയാണ്? ഇവ തങ്ങളിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് എ എന്ന് കുറയ്ക്കേണ്ടത്, 180 നിന്ന് കുറയ്ക്കേണ്ടത്. അപ്പൊ മസ്റ്റായിട്ടും ഇവിടെ ബ്രാക്കറ്റ് വേണം. ഓക്കെ, അപ്പൊ ആംഗിൾ എ ആർ ബി കിട്ടി. എന്ത് കിട്ടി നമുക്ക്? 180 മൈനസ് എ പ്ലസ് ബി. ഇനി ഈ ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ആകണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഈ 2 ടേമിന്റെ സിമ്പിൾ മാറണം അല്ലേ? അപ്പൊ 180 മൈനസ് എ മൈനസ് ബി എന്ന് കിട്ടി. ആംഗിൾ എ ആർ ബി, ആംഗിൾ എ ആർ ബി എന്ത് കിട്ടി നമുക്ക്? 180 മൈനസ് എ മൈനസ് ബി. ഓക്കെ, ഈ ആംഗിൾ കിട്ടി. മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാംഗിൾ സി പി ഡി. In triangle CPD, consider triangle CPD. ട്രയാങ്കിൾ നിങ്ങൾ CPD കണ്ടോ? CPD എന്ന് പറയുന്ന ട്രയാങ്കിളില് ആംഗിൾ CPD, സോറി ആംഗിൾ PCD, ആംഗിൾ PCD, PCD കണ്ടോ? CPD എന്ന് പറയുന്ന ഈ ട്രയാങ്കിളില് ആംഗിൾ ഏതാണ്? PCD. എന്താണ്? C ആണ്, സ്മാൾ c. എങ്ങനെ കിട്ടിയ സ്മാൾ c? ഇവിടെ ഇത് ഫുള്ളായിട്ട് 2c നമ്മൾ പറഞ്ഞു, ഫുള്ളായിട്ട് 2c ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ മാത്രം എന്തായിരിക്കും? c ആയിരിക്കും അല്ലേ? അതുപോലെ ആംഗിൾ CDP, ആംഗിൾ CDP is equal to ഈ ആംഗിൾ, ആ ട്രയാങ്കിളിലെ ഇത് ഫുള്ളായിട്ട് 2D അല്ലേ അല്ലേ? അപ്പൊ ഈ ഹാഫ് പോർഷൻ എന്തായിരിക്കും? അതിന്റെ ഹാഫ് ആയ d ആയിരിക്കും അല്ലേ? അപ്പൊ സ്മാൾ d. അപ്പൊ ഇവിടെയും ട്രയാങ്കിൾ CPD-യില്, CPD എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 2 ആംഗിൾസ് കിട്ടി. ഏതൊക്കെയാ? ഒരു ആംഗിൾ C, അടുത്ത ആംഗിൾ D. 2 ആംഗിൾ കിട്ടിയാൽ ഈ ആംഗിൾ D. തേർഡ് ആംഗിൾ ആയ ആംഗിൾ DPC, ഈ ആംഗിൾ തേർഡ് ആംഗിൾ ആണ് ആംഗിൾ DPC അല്ലേ? DPC
therefore angle DPC is equal to ഇവിടെ പറഞ്ഞതുപോലെ ഈ രണ്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ 180 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ തേർഡ് ആംഗിൾ കിട്ടും. ഈക്വൽ ടു 180 മൈനസ് സി പ്ലസ് ഡി അല്ലേ? 180 മൈനസ് സി പ്ലസ് ഡി എന്താണ് മനസ്സിലാക്കിയത്? ഇവ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ ആണ് 180 നിന്ന് മൈനസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ ശരിയാണോ? അല്ല അല്ലേ? ഞങ്ങൾ ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കും 180 നിന്ന് സി മൈനസ് ചെയ്തിട്ട് ഡി ആഡ് ചെയ്യണമെന്നായി പോകും. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അവ തമ്മിൽ ആഡ് ചെയ്ത് കിട്ടിയ ആൻസർ 180 മൈനസ് ചെയ്യുക എന്നാവുള്ളൂ. ഓക്കെ, ഈസ് ഈക്വൽ ടു ഈ ബ്രാക്കറ്റ് ഇവിടെ നിന്ന് മാറണമെങ്കിൽ 180 ഈ രണ്ട് ടേമിന്റെ സിമ്പിൾ മാറണം അല്ലേ? അപ്പൊ ഇത് മൈനസ് സിയും മൈനസ് ഡിയും ആവും. ഓക്കെ, അപ്പോൾ ആംഗിൾ DPC കിട്ടി. നോക്കട്ടെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു PQRS സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. PQRS സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതില് ഒരു ആംഗിൾ P ഇവിടെ ഉണ്ട്, അനദർ ആംഗിൾ R ഇവിടെ ഉണ്ട്. ഈ രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ് ഇപ്പൊ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആംഗിൾ ഏതാണ്? ARB അല്ലേ? ARB നമുക്ക് എന്ത് കിട്ടി? 180 മൈനസ് A മൈനസ് B എന്ന് കിട്ടി. ഈ ആംഗിൾ R ഇത്. അതുപോലെ ആംഗിൾ DPC ഈ P എന്ന് പറയുന്ന ആംഗിൾ എന്ത് കിട്ടി നമുക്ക്? 180 മൈനസ് C മൈനസ് D എന്ന് കിട്ടി. ഈ ആംഗിളും കിട്ടി. അപ്പൊ ഈ രണ്ട് ആംഗിൾ നമുക്ക് ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ഒരു ആംഗിൾ ഏതാ? 180 മൈനസ് A മൈനസ് B ഇത് അല്ലേ? അടുത്ത ആംഗിൾ ഏതാ? 180 മൈനസ് C മൈനസ് D ഇത് രണ്ടും കിട്ടി. ഈ രണ്ട് ആംഗിളിന്റെ ഈ ടു ആംഗിൾസിന്റെ കൂടെ സം എത്ര ഡിഗ്രി ആയാൽ മതി? 180 ആയാൽ മതി. ഇതെന്തായി മാറിക്കോളും? സൈക്ലിക് ആയിട്ട് മാറിക്കോളും. അപ്പൊ ഇനി ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ P അല്ലേ? ഈ രണ്ട് ആംഗിളുകളുടെ സം ആംഗിൾ R പ്ലസ് ആംഗിൾ P. ഈ രണ്ട് ആംഗിളിന്റെ കൂടെ സമ്മാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ നമുക്ക് എന്ത് കിട്ടി അല്ലേ? ആദ്യം വെച്ചിട്ടുണ്ട് നമ്മൾ ആംഗിൾ ARB എത്ര ഡിഗ്രിയാണ്? 180 മൈനസ് A മൈനസ് B. ഇത് 180 മൈനസ് A മൈനസ് B പ്ലസ് DPC എത്ര കിട്ടി നമുക്ക്? 180 മൈനസ് C മൈനസ് D. നോക്ക, അപ്പൊ ഈ രണ്ട് ആംഗിൾ നമുക്ക് എന്ത് കിട്ടി? ആദ്യം കിട്ടിയത് 180 മൈനസ് A മൈനസ് B, രണ്ടാമത് കിട്ടിയത് 180 മൈനസ് C മൈനസ് D അല്ലേ? ഈ രണ്ട് ആംഗിൾ കിട്ടി. ഇനി അതെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ആംഗിൾ R ഉം ആംഗിൾ P തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 180 മൈനസ് A മൈനസ് B പ്ലസ് 180 മൈനസ് C മൈനസ് D എന്നായി അല്ലേ? ഈക്വൽ ടു 180 ആഡ് ചെയ്യുമ്പോൾ 360. ഈ 180 ഈ 180 ആഡ് ചെയ്യുമ്പോൾ എന്തായി? 360. ഇനി ഇവിടെ ബാലൻസ് എന്തുണ്ട്? മൈനസ് A മൈനസ് B മൈനസ് C മൈനസ് D. ഓക്കെ, ബാലൻസ് ഉള്ളതാണ്. ഇസ് ഈക്വൽ ടു 360 ഇവിടെ ഉണ്ട്. ഈ എല്ലാ ടൈമിലും മൈനസ് ഉണ്ട് ഇല്ലേ? ആ മൈനസ് ഞാൻ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കിയുള്ളത് A പ്ലസ് B പ്ലസ് C പ്ലസ് D ആണ്. എല്ലാത്തിലും എല്ലാ ടൈമിലും മൈനസ് A മൈനസ് B മൈനസ് C മൈനസ് D എല്ലാത്തിലും മൈനസ് ഉണ്ടല്ലോ. മൈനസ് നമ്മൾ ഇനി കോമൺ ആയിട്ട് എടുത്താൽ ബ്രാക്കറ്റ് ബാക്കിയുള്ളത് ബ്രാക്കറ്റിൽ നിന്ന് വരും A പ്ലസ് B പ്ലസ് C പ്ലസ് D. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് എന്താവും? എല്ലാ ടൈമിന്റെ സിമ്പിൾ മാറൂലേ? അപ്പൊ മൈനസ് A എന്നാവും, ഇത് മൈനസ് B എന്നാവും, ഇത് മൈനസ് C എന്നാവും, ഇത് മൈനസ് D എന്നാവും. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ അല്ലേ? ഓക്കെ, ഇസ് ഈക്വൽ ടു 360 മൈനസ് നോക്ക് A പ്ലസ് B പ്ലസ് C പ്ലസ് D. ഇത് നാലൂടെ ആഡ് ചെയ്യണം. കിട്ടിയ ആൻസർ നമുക്ക് വേണം. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് A പ്ലസ് B പ്ലസ് C പ്ലസ് D. ഇവിടെ നോക്കുക, A പ്ലസ് B പ്ലസ് C പ്ലസ് D എത്രയാണ്? ഈക്വൽ ടു 180. അപ്പൊ ഇവിടെ A പ്ലസ് B പ്ലസ് C പ്ലസ് D എന്തായി? 180. 360 മൈനസ് 180 അല്ലേ? അപ്പോൾ ആംഗിൾ R പ്ലസ് ആംഗിൾ P ഈ രണ്ട് ആംഗിളിന്റെ കൂടെ സം എന്തായുടെ? 180 ആയില്ലേ? അപ്പൊ വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം എന്തായിക്കോളും? 180 ആയിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലേ? അപ്പോൾ PQRS എന്തായി മാറി? സൈക്ലിക് ആയിട്ട് മാറില്ലേ? അപ്പൊ therefore PQRS എന്തായി? സൈക്ലിക് ആയി. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ അനദർ പെയർ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം ഓട്ടോമാറ്റിക് ആയിട്ട് 180 ആവും. അപ്പോൾ PQRS എന്തായി മാറും?
സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിട്ട് മാറും. ഓക്കെ, ശ്രദ്ധിക്കുക. സർക്കിൾ AB എന്ന് പറയുന്ന ഒരു കോഡ് നോക്കുക. സർക്കിൾ AB എന്ന് പറയുന്ന ഒരു കോഡ്. ABക്ക് ഞാൻ പെർപെൻഡിക്കുലർ ആയിട്ട് ആന്തർ കോഡ് വരച്ചു. അതാണ് കോഡ് CD. ഇവിടെ എന്താ ചെയ്തേക്കുന്നത്? AB എന്ന കോഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കോഡ് വരച്ചു. അതാണ് ഇത് CD. നമുക്ക് ഇവിടെ ഈ രണ്ട് കോഡ്സ് തമ്മിൽ P എന്ന പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തു, മീറ്റ് ചെയ്തു. ഓക്കെ, AB എന്ന കോഡും CD എന്ന കോഡും എന്ത് ചെയ്തു? P എന്ന പോയിന്റിൽ മീറ്റ് ചെയ്തു. ഈ P എന്ന പോയിന്റ് മീറ്റ് ചെയ്തപ്പോഴത്തേക്ക് AB എന്ന കോഡ് രണ്ട് പാർട്ടായി, 2 പാർട്ടായി. ഏതൊക്കെയാണ്? AP എന്നൊരു പാർട്ടും PB എന്ന അനദർ പാർട്ടും. CD എന്ന ഈ കോഡും രണ്ട് പാർട്ടായി, CP എന്ന് പറയുന്ന ഈ ഒരു പാർട്ടുമായി, PD എന്ന് പറയുന്ന ഈ രണ്ട് പാർട്ടുമായി. അപ്പൊ ഇവിടെ ഫസ്റ്റ് കോഡായ AB 2 പാർട്ടായി. ഏതൊക്കെയാണ്? APയും PBയും. CD എന്ന കോഡും 2 പാർട്ടായി. ഏതൊക്കെയാണ്? CPയും PDയും. നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, പ്രൂവ് ദാറ്റ് AP, ശ്രദ്ധിക്കുക, AP into PB is equal to CP into PD. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? APയും PBയും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ ആൻസറും AP എന്ന പാർട്ടും PB എന്ന പാർട്ടും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്ത് കിട്ടിയ ആൻസറും APയുടെയും PBയുടെയും പ്രോഡക്റ്റും CPയുടെയും PDയുടെയും പ്രോഡക്റ്റും CPയുടെയും PDയുടെയും പ്രോഡക്റ്റും നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്യണം? ഈക്വൽ ആണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ജോയിൻ AC ജോയിൻ ചെയ്യുക. ആൻഡ് BDയും ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ഏതൊക്കെ ജോയിൻ ചെയ്തു? AC എന്ന ലൈനും BD എന്ന ലൈനും ജോയിൻ ചെയ്തു. അതങ്ങോട്ട് എഴുതുക. ആദ്യം ജോയിൻ AC ആൻഡ് BD. ജോയിൻ AC ആൻഡ് BD. ഓക്കെ, ACയും BDയും ജോയിൻ ചെയ്തു. ഇവിടെ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ 2 ട്രയാങ്കിൾസ് ഫോം ചെയ്തില്ലേ? അല്ലേ? ഏതൊക്കെയാണ് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ BPDയും. അല്ലേ? ഏതൊക്കെയാണ്? ട്രയാങ്കിൾ APC, ട്രയാങ്കിൾ BPD. ഉണ്ടോ? ഏതൊക്കെയാണ്? ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ BPDയും. ഈ ഒരു വലിയ ട്രയാങ്കിളും ഇവിടെയുള്ള ഈ ഒരു ചെറിയ ട്രയാങ്കിൾ BPD എന്ന് പറയുന്ന ഈ ഒരു സ്മാൾ ട്രയാങ്കിളും APC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും. ഓക്കെ, ഈ 2 ട്രയാങ്കിൾ നമുക്ക് സിമിലർ ആണെന്നാണ് എന്ത് ചെയ്യേണ്ടത്? പ്രൂവ് ചെയ്യേണ്ടത്. ഏതൊക്കെ പ്രൂവ് ചെയ്യണം? ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ BPDയും നമുക്ക് സിമിലർ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സിമിലർ ട്രയാങ്കിൾസ് 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ട്രയാങ്കിൾ APCയും ട്രയാങ്കിൾ BPDയും നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അവിടെ സിമിലർ ട്രയാങ്കിൾസ് ആണ് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഈക്വൽ ആംഗിൾ കിട്ടിയാൽ മതി അല്ലേ? ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് അതർ ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ഈക്വൽ ആയ ട്രയാങ്കിൾസ് എന്താവും? സിമിലർ ആവുമല്ലോ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് ട്രയാങ്കിളിലെ APCയിലെ 2 ആംഗിൾസ് വേണം, BPDയിലെ 2 ഈക്വൽ ആംഗിൾസ് കിട്ടണം. അപ്പൊ ട്രയാങ്കിൾസ് എന്തായിക്കോളും? സിമിലർ ട്രയാങ്കിൾസ് ആയിക്കോളും. ഓക്കെ, നമ്മുടെ APCയിലെ നിങ്ങൾ C എന്ന് പറയുന്ന ആംഗിൾ നോക്കുക കേട്ടോ. APCയിലെ C എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആർക്ക് ഏതാ? ആർക്ക് AD ആണ്. ഈ AD എന്ന് പറയുന്ന ആർക്കാണ്. നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ പഠിച്ചൊരു കാര്യമുണ്ട്. AD എന്ന് പറയുന്ന ഈ ആർക്ക് എത്ര ഡിഗ്രി ആണോ അതിന്റെ ഹാഫ് പോർഷൻ ആയിരിക്കും ഈ ആംഗിൾ C. ഈ ചാപ്റ്റർ ആദ്യം നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലേ? അപ്പൊ ഈ ആംഗിൾ സിയുടെ മെഷർമെന്റ് എന്ന് പറയുന്നത് ആർക്ക് ADയുടെ ഹാഫ് ആയിരിക്കും. അപ്പൊ ആർക്ക് AD എത്രയായാലും, എത്ര മെഷർമെന്റ് ആയാലും, 360യേക്കാൾ ചെറുതായിട്ടുള്ള ഏതൊരു മെഷർമെന്റ് ആയാലും ഈ ആംഗിൾ എന്തായിരിക്കും? ഇതിന്റെ ഹാഫ് വരും. ഓക്കെ, സർക്കിൾ ആകുമ്പോൾ 360 വരും, ഒരു ആർക്ക് ആകുമ്പോൾ 360യേക്കാൾ ചെറുതല്ലേ വരുള്ളൂ അല്ലേ?
അപ്പൊ ആർക്ക് എ ഡിയുടെ മെഷർമെന്റിന്റെ ഹാഫ് ആയിരിക്കും ഈ ആംഗിൾ സി. നിങ്ങൾ ഇനി ആംഗിൾ ഈ ബി നോക്കിയേ, ഇവിടുത്തെ ആംഗിൾ ഈ ബി നോക്കിയേ, നോക്കട്ടെ. ഈ ബി എന്ന് പറയുന്ന ആംഗിളിന്റെയും ഓപ്പോസിറ്റ് ആർക്ക് എന്ന് പറയുന്നത് എ ഡി അല്ലേ അല്ലേ? ഈ ആംഗിളിന്റെയും ഓപ്പോസിറ്റ് ആർക്ക് എ ഡി അല്ലേ? അപ്പൊ ആർക്ക് എ ഡിയുടെ ഹാഫ് അല്ലേ ഈ ആംഗിൾ ബിയും വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ആംഗിൾ സി എടുത്താലും ഈ ആംഗിൾ ബി എടുത്താലും ഈ രണ്ട് ആംഗിളിന്റെ മെഷർമെന്റ് എന്ന് പറയുന്നത് അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആർക്കിന്റെ ഹാഫ് ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഓൺ ദ സെയിം ആർക്ക്. ഈ എ ഡി എന്ന് പറയുന്ന ഈ ആർക്ക് ഒഴിവാക്കി നിർത്തിയാൽ ബാക്കിയുള്ള ഈ ലാർജ് ആർക്കിലെ ടു ആംഗിൾസ് ആണ് ആംഗിൾ സിയും ആംഗിൾ ബിയും അല്ലെ? ആംഗിൾസ് ഓൺ ദ സെയിം ആർക്കാണല്ലോ. ആംഗിൾസ് ഓൺ ദ സെയിം ആർക്കാണെങ്കിൽ ദാറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദാറ്റ് മീൻസ് ആംഗിൾ സിയും ആംഗിൾ ബിയും ഈക്വൽ ആണ് എന്നാണ്. അപ്പോഴേ ആംഗിൾ സി ഈ വലിയ ട്രയാംഗിളിലെ ആംഗിൾ ആണ്, ഈ ആംഗിൾ ബി എന്താണ്? ചെറിയ ട്രയാംഗിളിലെ ആംഗിൾ ആണ്. അപ്പൊ രണ്ടിലെയും ഓരോ ആംഗിൾ നമുക്ക് ഈക്വൽ ആണെന്ന് കിട്ടി. ഏതൊക്കെ? എ പി സിയിലെ സി എന്ന് പറയുന്ന ആംഗിളും ബി പി ഡിയിലെ ബി എന്ന് പറയുന്ന ആംഗിളും അല്ലേ? അപ്പൊ എ പി സിയിലെ ഏതാണ്? ആംഗിൾ സി ഇസ് ഈക്വൽ ടു ബി പി ഡിയിലെ ആംഗിൾ ബി. ഓക്കെ, രണ്ടിലെയും ഓരോ ആംഗിൾ കിട്ടി. എന്താ കാര്യം എന്ന് പറഞ്ഞ് മനസ്സിലായല്ലോ? ഈ സിക്ക് ഓപ്പോസിറ്റ് ആർക്ക് എ ഡി ആണ്, ഈ ആംഗിൾ ബിക്കും ഓപ്പോസിറ്റ് ആർക്ക് എ ഡി ആണ്. ഓക്കെ, അതായത് രണ്ട് ആംസിന്റെ ഇടയ്ക്ക് വരുന്നത് അല്ലേ? ഈ എ സി എന്ന് സി ഡി എന്ന് ആംസിന്, ഈ എ സി എന്ന ആമിനും സി ഡി എന്ന് പറയുന്ന ആമിനും ഇടയ്ക്ക് കിടക്കുന്ന ആർക്കാണ് എ ഡി. അതിന്റെ ഹാഫാണ് ഇത്. അതുപോലെ ഈ എ ബി എന്ന ഈ ആമിന്റെയും ബി ഡി എന്ന് പറയുന്ന ഈ ആമിന്റെയും കൂടെ ഇടയ്ക്ക് കിടക്കുന്ന ആർക്കാണ് ആർക്ക് എ ഡി. ഓക്കെ, അതുകൊണ്ടാണ് ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയത്. ആംഗിൾസ് ഓൺ ദി സെയിം ആർക്കാണ്. കാര്യം നമുക്ക് എന്ത് പറയാൻ വേണമെങ്കിൽ ആംഗിൾസ് ഓൺ ദി സെയിം ആർക്ക്. ഓക്കെ, ഒന്ന് കിട്ടി. ഇനി രണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെയാണ് ഈ ട്രയാംഗിളിലെ ആംഗിൾ എ നോക്ക്, ഈ ആംഗിള്. ഓക്കെ, ഈ എ എന്ന് പറയുന്ന ആംഗിളിന് ഓപ്പോസിറ്റ് ആർക്ക് ഏതാ? ബി സി. കണ്ടോ? ബി സി എന്ന് പറയുന്ന ഈ ആർക്ക് ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് അല്ലേ? അതുപോലെ ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ നോക്കിയേ, ഡി എന്ന് പറയുന്ന ഈ ആംഗിളും ആർക്ക് ബി സിക്ക് ഓപ്പോസിറ്റ് അല്ലേ? അല്ലേ? അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ അല്ലേ? ഈ രണ്ട് ആംഗിളും ഈ ആംഗിൾ ആർക്ക് ബി സിക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ആർക്ക് ബി സിയുടെ ഹാഫ് ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും. ദാറ്റ് മീൻസ് ആംഗിൾ എയും ആംഗിൾ ഡിയും ഈക്വൽ ആണ് അല്ലേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഡി. രണ്ടെണ്ണം കിട്ടി. ടു ആംഗിൾസ് കിട്ടിയാൽ ട്രയാംഗിൾസ് എന്താവും? സിമിലർ ആവുമല്ലോ. therefore തേർഡ് ആംഗിൾസ് ഓട്ടോമാറ്റിക് ഈക്വൽ ആണ് അല്ലേ? ടു ആംഗിൾസ് ഈക്വൽ ആയാൽ തേർഡ് ആംഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? ഈക്വൽ ആവും. therefore triangles are similar. therefore triangle ഏതൊക്കെ? APC അല്ലേ? APC similar triangle BPD. ഈ സിമ്പിൾ പഠിച്ചിട്ടുണ്ടല്ലോ 9ാം ക്ലാസ്സിൽ അല്ലേ? സിമിലർ. അപ്പൊ ട്രയാംഗിൾ APC സിമിലർ, ട്രയാംഗിൾ BPD സിമിലർ ട്രയാംഗിൾസ് ആയി. ഇനി നമുക്കറിയാം സിമിലർ ട്രയാംഗിൾസ് എന്താ പ്രത്യേകത? ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് therefore നോക്കാം, ആംഗിൾ സി, ഇതാണ് ആംഗിൾ സി. ഈ ട്രയാംഗിളിലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാ? സൈഡ് ഏതാ? AP അല്ലേ? ഈ APC എന്ന ട്രയാംഗിളിലെ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? AP. അപ്പോൾ AP ബൈ ആംഗിൾ സിക്ക് തുല്യം ഏതാ? ഈക്വൽ ഏതാ? ആംഗിൾ ബി, ഈ സ്മാൾ ട്രയാംഗിൾ അല്ലേ? ഈ ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് സൈഡ് ഏതാ? PD. ഓക്കെ, ഈസ് ഈക്വൽ ടു അടുത്ത ആംഗിൾ എ, ആംഗിൾ ഓപ്പോസിറ്റ് ഏതാ? PC അല്ലെങ്കിൽ CP ബൈ ആംഗിൾ എക്ക് തുല്യം ഏതാ? ആംഗിൾ ഡി, ആംഗിൾ ഡിക്ക് ഓപ്പോസിറ്റ് ഏതാ? PB. ഓക്കെ, ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് സൈഡ്സിന്റെ റേഷ്യോ എഴുതി. രണ്ട് ഫ്രാക്ഷൻസ് ഈക്വൽ ആയാൽ നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തൂടെ? ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയാവും?
എ പി ഇൻറ്റു ഏതാണ് പി ബി അല്ലേ, എ പി ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു അടുത്ത ക്രോസ് ചെയ്യുമ്പോഴോ പി സി ഇൻറ്റു പി ഡി അല്ലേ. അപ്പൊ therefore AP into PB is equal to PC into PD. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AP into PB is equal to CP means PC അല്ലേ, CP means PC, CP into PD. PC എന്ന് പറയുന്നതും CP എന്ന് പറയുന്നതും സെയിം അല്ലേ. ഓക്കെ, ഇതാണ് AP into PB യും CP into PD യും എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പൊ AP into PB is equal to PC into PD എന്ന് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്യാം. ഓക്കെ, മനസ്സിലായല്ലോ. നമ്മൾ ഏതൊക്കെ ജോയിൻ ചെയ്തത്? എ സിയും ബി ഡിയുമാണ് ജോയിൻ ചെയ്തത്. ഇത് രണ്ട് ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ 2 ട്രയാങ്കിൾസ് കിട്ടി. ഈ 2 ട്രയാങ്കിൾസ് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്തു? സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തു. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് ഈക്വൽ ആംഗിൾസിന്റെ ഓപ്പോസിറ്റ്സിന്റെ റേഷ്യോ നമ്മൾ ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു അല്ലേ. സിമിലർ ട്രയാങ്കിൾസിന്റെ സിമിലർ ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ്സിന്റെ റേഷ്യോ ഈക്വൽ ആയതുകൊണ്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തത് എ ബി എന്ന കോഡും സി ഡി എന്ന കോഡും പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരച്ചത്. എന്തായാലും വരച്ചത് പെർപെൻഡിക്കുലർ മീൻസ് ലംബമായിട്ടാണ് വരച്ചത്. ഇനി പെർപെൻഡിക്കുലർ തന്നെ ആകണമെന്നില്ല, അല്ലാതെ വരും. ഇതേ കണക്ക് തന്നെ സംഭവിക്കും അല്ലേ. എ ബി സി ഡി ഇവിടെ നോക്കൂ, ഇതേ കണക്ക് തന്നെ പി ഇവിടെയും എസ് ജോയിൻ ചെയ്തൂടെ, ബി ഡി ജോയിൻ ചെയ്തൂടെ, ചെയ്യാം. നേരത്തെ പോലെയല്ലേ ഇവിടെ ആംഗിൾ എയും ബി സി, ആംഗിൾ ഡിയും ബി സി അല്ലേ. അപ്പോഴ് ഈ കോഡ് പെർപെൻഡിക്കുലർ തന്നെ ആകണമെന്നൊന്നുമില്ല. 2 കോൺസ്റ്റന്റുകളിൽ ഒരു പോയിന്റ് ഇന്റർസെക്ട് ചെയ്താൽ പെർപെൻഡിക്കുലർ ആയാലും അല്ലെങ്കിലും അല്ലേ, ആയാലും അല്ലെങ്കിലും എന്ത് സംഭവിക്കും? എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി ആവും. ഈ 2 കോഡ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ തന്നെ ആകണമെന്ന് ഇല്ല. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ട സന്ദർഭങ്ങളുണ്ട്, നമുക്ക് പടങ്ങളൊക്കെ വരയ്ക്കാനുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ നമുക്ക് വരച്ചേ പറ്റൂ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാൻ നേരത്ത് ഇത് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും ഇത് സംഭവിക്കും. എ ബിയും സി ഡി എന്ന് പറയുന്ന ഈ 2 കോഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലെങ്കിലും എ പി ഇൻറ്റു പി ബി സമം സി പി ഇൻറ്റു പി ഡി ആയിരിക്കും. ഇതേ കണക്ക് നമുക്ക് ചെയ്യാൻ പറ്റും സെയിം. അപ്പോൾ ഈ കോഡ് പെർപെൻഡിക്കുലർ അല്ലെങ്കിലും നമുക്ക് എങ്ങനെ ഇതേപോലെ തന്നെ ചെയ്യാൻ പറ്റും. അവിടെയും എ പി ഇൻറ്റു പി ബി സമം തന്നെ ആയിരിക്കും, സി പി ഇൻറ്റു പി ഡി തന്നെ ആയിരിക്കും. ഓക്കെ, ഇത് നോക്കി മനസ്സിലായിക്കോണം. എ പി ഇൻറ്റു പി ബി ഈക്വൽ ടു സി പി ഇൻറ്റു പി ഡി നമുക്ക് എഴുതാൻ വേണം. കുറെ കണക്കുകൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് പഠിച്ചു വെച്ചേക്കണം. നോക്കി മനസ്സിലാക്കുക. എ പി മാറ്റി കളയാം. 2 കോൺസ്റ്റന്റൊക്കെയാണ് എ പിയും പി ബിയും സി പിയും പി ഡിയും അല്ലെ, 4 പാർട്ട്. ഇവിടെ എ പി പി ബി ഉണ്ടോ, എ പി ഇൻറ്റു പി ബി, സി പി ഇൻറ്റു പി ഡി. ഓക്കെ, സി പി ഇൻറ്റു പി ഡി. ഇത് നമുക്ക് എപ്പോഴും എല്ലാ കണക്കുകളും നമുക്ക് ഇത് ചെയ്യാനായിട്ട് നമുക്ക് അറിയണം. ഇത് പറയാൻ പറ്റണം നമുക്ക്. എ പി ഇൻറ്റു പി ബി എന്നും സി പി ഇൻറ്റു പി ഡി എന്നും ഇതിന്റെ പ്രോഡക്റ്റ് ഈക്വൽ ആണെന്ന് നമുക്ക് അറിയണം. കണക്ക് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. പേര് മാറാം. ഓക്കെ, പേര് ഇതിപ്പോ എയും ബിയും തന്നെ ആവണമെന്നില്ല. ഇവിടെ ആറ് എസ്, ഇവിടെ എം എൻ, ഇവിടെ ഡി. നമ്മൾ എങ്ങനെ പറയും? ആർ ഡി ഇൻറ്റു ഡി എസ് ഇസിക്കൽ ടു എം ഡി ഇൻറ്റു ഡി എൻ. എങ്ങനെ പറയുക? ആർ ഡി ഇൻറ്റു ഡി എസ് ഇസിക്കൽ ടു എം ഡി ഇൻറ്റു ഡി എൻ. ഓക്കെ, ഇനി ആദ്യം ഇത് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എം ഡി ഇൻറ്റു ഡി എൻ ഇസിക്കൽ ടു ആർ ഡി ഇൻറ്റു ഡി എസ് എങ്ങനെയും പറയാം. ആദ്യത്തെ കോഡിന് 2 പാർട്സിന്റെ പ്രോഡക്റ്റും അടുത്ത കോഡിന് 2 പാർട്സിന്റെ പ്രോഡക്റ്റുമാണ് ഈക്വൽ. ഓക്കെ,